ബാങ്ക് കൊള്ളയടിച്ച് കൊണ്ടുവന്നിരിക്കുന്നു. നീയാള് കൊള്ളാമല്ലോടാ അറ്റംബാറ്റോ. ഇത്രയധികം കാശ് ഒരുമിച്ച് കണ്ടിട്ട് ഒരുപാട് നാളായി. ഈ കാശുകൾ കൊണ്ട് നീ എന്റെ മേലെ മഴ പെയ്യിപ്പിക്കടാ. ഞാനൊന്ന് സന്തോഷിക്കട്ടെ. നീ എവിടുന്നാടാ ഈ ചില്ലറകളൊക്കെ പെറുക്കിക്കൊണ്ട് വന്നത്? എടാ നോട്ടുകൾ എവിടെടാ? നോട്ടുകളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് പോന്നു ബോസ്. എടാ മന്ദബുദ്ധി, ചെന്ന് നോട്ടുകളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് വാ. കുറച്ച് നാണയത്തുട്ടുകളും പെറുക്കിക്കൊണ്ട് വന്നേക്കുവാ. നിങ്ങളിത് കണ്ടില്ലേ? പ്രേതം ബാങ്ക് എങ്ങനെയാണ് കൊള്ളയടിക്കുന്നതെന്ന്. ഇതുവരെ 3 ബാങ്കുകളാണ് കൊള്ളയടിച്ചത്. ആരാണിത്? എവിടുന്നാണ് വന്നത്? എന്തിനാണ് കാശ് മോഷ്ടിക്കുന്നത്? ആർക്കും അത് അറിയില്ല. പക്ഷേ ഒരു കാര്യം മാത്രം ഞങ്ങൾക്കറിയാം. ഏതൊക്കെ ബാങ്ക് കൊള്ളയടിക്കപ്പെടുന്നുണ്ടോ അതിന്റെ അടുത്തുള്ള കടകളിലെ ഐസ്ക്രീമും ഭക്ഷണ സാധനങ്ങളൊക്കെ മോഷണം പോകുന്നുണ്ട്. പോലീസ് ഇതിനെ കുറിച്ച് അന്വേഷിക്കുകയാണ്. ഞാൻ രാവിലെ തൊട്ട് നിന്റെ കൂടെ ഇല്ലേ? ഇത് മോഷ്ടിച്ചത് ആര് തന്നെയാണെങ്കിലും ഒരിക്കലും ഭൂതമാവില്ല. എന്തൊക്കെ തന്നെ ആയാലും ഫുർസത് ഗഞ്ചിലെ ബാങ്കുകളെ രക്ഷിക്കുവാനായി ഈ കള്ളൻ എന്തായാലും പിടിച്ചേ മതിയാവൂ. നിങ്ങളെല്ലാവരും എന്റെ ഒപ്പം വരൂ. റെഡ് ലൈറ്റ് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ബാങ്കുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഗ്രീൻ ലൈറ്റ് കത്തി നിൽക്കുന്ന ബാങ്കുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഇതിനെല്ലാം കൊള്ളയിൽ നിന്ന് നമ്മൾ രക്ഷിച്ചേ മതിയാവൂ. ഇവരെ കണ്ടില്ലേ? ഇതൊക്കെയാണ് ജൂനിയർ വീർ. ഇതെല്ലാം ചെറിയ റോബോട്ടുകളാണ്. നമ്മൾ എല്ലാ ബാങ്കിന്റെ മുമ്പിലും ഇവരെ കൊണ്ടുപോയി വെക്കും. ഇവരുടെ ശരീരത്തിൽ സ്പൈ ക്യാമറാസ് ഉണ്ട്. ഏത് ബാങ്കിലും ആ കള്ളം വന്നാലും നമുക്കത് അപ്പൊ അറിയാൻ സാധിക്കും. കള്ളനെ കാണാൻ പറ്റില്ലല്ലോ, അപ്പൊ പിന്നെ എങ്ങനെയാ മനസ്സിലാക്കുക? കള്ളൻ വരികയാണെങ്കിൽ ബാങ്കിന്റെ വാതിൽ തുറന്നല്ലേ അകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ബാങ്കിന്റെ വാതിൽ തുറക്കുകയാണെങ്കിൽ ഈ ജൂനിയർ റോബോട്ടുകൾ അതെല്ലാം ഷൂട്ട് ചെയ്ത് നമുക്ക് ഈ സ്ക്രീനിൽ കാണിച്ചു തരും. എന്നിട്ട് ഞാൻ നേരെ അവനെ പോയി പേടിക്കും. അതെ, നീ പറഞ്ഞത് ശരിയാണ് വീർ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഇതെല്ലാം ഞാൻ ഒരൊറ്റ സെക്കൻഡിൽ ബാങ്കിന്റെ മുമ്പിൽ വെച്ചു തരാം. ഈ ജൂനിയർ വീർ എല്ലാ സ്ഥലത്തും ശരിക്കാണോ ഇരിക്കുന്നതെന്ന് ഞാനൊന്ന് പോയി ചെക്ക് ചെയ്തിട്ട് വരാം. എന്താ? അവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. പക്ഷെ ബോസ്, എന്തിനാണ് എന്നെ പറത്തി വിടുന്നത്? ഞാൻ അങ്ങേക്ക് വേണ്ടി ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അയാളെ വീറിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവരും ബോസ്. എടാ, വീർ ഒരു മനുഷ്യനല്ല, റോബോട്ടാണ്. അവനെ ഹിപ്നോട്ടൈസ് ചെയ്യാനാവില്ല. നീ പോയടാ, പോയി റോക്കറ്റിനുള്ള ഏർപ്പാടുകൾ ചെയ്യടാ. റോബോട്ട് ഒരു പക്ഷേ ഹിപ്നോട്ടൈസ് ആവില്ലായിരിക്കും, പക്ഷേ അതിന്റെ കൂട്ടുകാർക്കാവാമല്ലോ. ഹലോ, മീ ടു ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. I am ചിങ് ചിങ് ചുങ്. എനിക്ക് ആര് വേണമെങ്കിലും ഹിപ്നോട്ടൈസ് ചെയ്യാൻ പറ്റും. അതിപ്പോ മോനെയാണെങ്കിലും ടിംബക്ടുവിനെ ആണെങ്കിലും. ഹിപ്നോട്ടൈസോ? എങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന പറയുന്നത്? എനിക്കൊന്ന് വിശദമായി പറഞ്ഞു തരോ? ഇത് കണ്ടില്ലേ? ഈ കണ്ണട വെച്ചിട്ട് ചുമന്ന ബട്ടൺ അമർത്തിയാൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നയാൾ ഹിപ്നോട്ടൈസ് ആയി പോകും. പിന്നെ ഗ്രീൻ ബട്ടൺ അമർത്തിയാൽ ആ ഹിപ്നോട്ടിസം അവിടെ തീരുകയും ചെയ്യും. നീ വീറിന്റെ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ഹിപ്നോട്ടൈസ് ചെയ്യണം. എന്നിട്ട് അയാൾക്ക് ഈ ഡാറ്റ ട്രാൻസ്ഫർ ഡിവൈസ് കൊടുക്കണം. എന്നിട്ട് വീർ ഉറങ്ങുമ്പോൾ ഈ ഡിവൈസ് ഉപയോഗിച്ച് അവന്റെ എല്ലാ ഡാറ്റയും ട്രാൻസ്ഫർ ചെയ്ത് എനിക്ക് കൊണ്ടുവന്ന് തരണം. പിന്നെ എനിക്ക് വീറിനെ പോലെ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കുവാൻ സാധിക്കും. ഞാൻ ഒരുപാട് റോബോട്ടുകളെ ഉണ്ടാക്കും. അപ്പോൾ ഇതിനു പകരമായി എനിക്ക് നിങ്ങൾ എന്ത് തരുമെന്ന് പറയൂ. നിനക്ക് എന്താണ് വേണ്ടത്? എത്രയാണ് വേണ്ടത്? നീ പറയുന്നത് ഞാൻ തന്നിരിക്കും. എടാ ടിംബക്ടോ, ആ കൂട്ടുകാരനെ ഈ റോബോട്ട് ജാക്കറ്റും ധരിപ്പിക്കണം. കാരണം നിനക്ക് അവന്റെ റോബോട്ടിക് പവറിനെ കുറിച്ച് അറിയാവുന്നതല്ലേ? ഓക്കേ ബോസ്. ദേ അങ്ങോട്ട് നോക്ക്. ആ പോകുന്ന പെൺകുട്ടിയില്ലേ, അതാണ് വീറിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഓക്കേ, ഇനി മുതൽ അവർ ഒരിക്കലും സുഹൃത്തുക്കളായിരിക്കില്ല. ഇംലി, ഇങ്ങോട്ട് നോക്കിക്കേ.
നിനക്ക് ഈ കണ്ണട വേണമെന്നുണ്ടോ? എംലി വരൂന്നേ, ഞാൻ നിനക്കെല്ലാം പറഞ്ഞു തരാം. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ഈ ജാക്കറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും എല്ലാം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ജിട്ടു, നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എല്ലാം പഴയതുപോലെയാക്ക്. എന്നിട്ട് അവിടെ പോ. എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഓരോന്ന് കൊളവാക്കിക്കോളും. എന്നാ ഞാനിവിടുന്ന് പോയിക്കോളാം. എപ്പ നോക്കിയാലും എന്നോട് ദേഷ്യപ്പെടുക. ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാം സാധാരണ പോലെ ആയിരിക്കുകയാണ്. ചിലപ്പോൾ സാറ്റലൈറ്റ് ഫോട്ടോസിന്റെ ടെക്നിക്കൽ പ്രോബ്ലം ആയിരിക്കാം. വീർ, ഇനി നീ തന്നെ പോയേ പറ്റൂ. വരൂ എന്റെ കൂടെ. ഞാനും കൂടെ പോകും. വേണ്ട, നിങ്ങൾ രണ്ടുപേരും കൂടെ പോകാൻ പാടില്ല. വീർ ഒരു റോബോട്ടാണ്, അവനൊന്നും സംഭവിക്കില്ല. പക്ഷെ നിങ്ങൾ പോയാൽ നിങ്ങളുടെ കാര്യം വളരെ അപകടത്തിലാവും. പിന്നെ വീർ, 100 മീറ്റർ കുഴിക്കുവാനായിട്ട് നീ ഡ്രില്ലിംഗ് സൂട്ട് ധരിക്കണം. ആസ്ട്രോനോട്ട് സ്യൂട്ട് ഓൺ. ആസ്ട്രോനോട്ട് സ്യൂട്ട് ഓൺ. പിന്നെ ഒരു കാര്യം കൂടി, നിന്റെ സ്പേസ് ഷിപ്പില് ആന്റി ക്യാമറ ബീമുണ്ട്. മീറ്റിയോറിൽ ലാൻഡ് ചെയ്താൽ ഉടനെ നീ അത് ഓൺ ആക്കണം. അപ്പൊ പിന്നെ ഒരു സാറ്റലൈറ്റിനും നിന്റെ ഫോട്ടോ ഷൂട്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ സാധിക്കില്ല. നീ അവിടെ ചെന്ന് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ലോകം കാണാൻ പാടില്ല. അപ്പൊ നമുക്ക് കാണാൻ കഴിയില്ലേ? കഴിയും, നമുക്ക് കാണാൻ കഴിയും. വീറിന്റെ സ്പേസ് ഷിപ്പിൽ ഒരു ക്യാമറയുണ്ട്. അത് വീർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഷൂട്ട് ചെയ്ത് നമ്മളെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കാണുവാനും സാധിക്കും. വീർ, പോകുമ്പോൾ സൂക്ഷിച്ചു പോകണേ. എന്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിന്നോടൊപ്പമുണ്ട്. നോക്ക്, റോബോ ബോയ് പോകുന്നുണ്ട്. റോബോ ബോയ് മെറ്റിയോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത്. അവന്റെ പ്ലാൻ എന്താന്ന് ആർക്കും അറിയില്ല. ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ അവൻ വലിയൊരു സംരംഭമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ ആന്റി ക്യാമറ ബട്ടൺ ഓൺ ചെയ്തേക്കാം. അപ്പൊ സാറ്റലൈറ്റിന് എന്റെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. കണ്ടില്ലേ, ഫോട്ടോയില് കാണുമ്പോ എന്തൊരു പാവത്താനാ. പക്ഷെ ഇവൻ ഭയങ്കര തന്ത്രശാലിയാ. പ്ലീസ്, എന്തെങ്കിലും കഴിച്ചിട്ട് പോകുന്നേ. താങ്ക്സ്. പിന്നെ കുറച്ച് ബ്രെഡ് ജാമൻ കിട്ടുമോ? ട്രേ അന്തരീക്ഷത്തിലാണല്ലോ നിൽക്കുന്നത്. പേടിക്കണ്ട, ഇതെല്ലാം നിങ്ങൾ എടുത്ത് കഴിച്ചോളൂ. ഇന്നലെ രാത്രി ആ ബണ്ടിയുടെയും ബബ്ലിയുടെയും മുഖം ഒന്ന് കാണേണ്ടതായിരുന്നു. ജിന്റു, നീ ഇങ്ങനെ അവരെ പേടിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഞാനൊന്നും ചെയ്തില്ലല്ലോ. ചുൾബുള്ള പറഞ്ഞ അവരെ പാഠം പഠിപ്പിക്കാൻ. ഞാൻ അതേ ചെയ്തുള്ളൂ. ഇനി ഒരിക്കലും അവര് വീറിന്റെ വീട്ടിൽ അങ്ങനെ വരില്ല. ബണ്ടി, ഞാൻ കേട്ടിട്ടുള്ളതാ, കാളയെ ചുമന്ന തുണി കാണിക്കുകയാണെങ്കിൽ അതിന് ദേഷ്യം വരും അത്രേ. നമുക്ക് ഈ കാളയെ ചുമന്ന തുണി കാണിക്കാം. അപ്പൊ ഇത് ദേഷ്യം വരുമ്പോ ഓടിക്കോളും. ഓടിച്ചെന്ന് കാണുന്നതെല്ലാം നശിപ്പിക്കുക. അപ്പൊ ഈ വീർ എങ്ങനെയാ അവരെ രക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. വേണ്ട, അത് വളരെ അപകടം പിടിച്ചതാ. ആ കാള ചിലപ്പോ നമ്മളെ അറ്റാക്ക് ചെയ്താലോ? ഇത്തരം അപകടം പിടിച്ച കാര്യമൊന്നും എനിക്ക് ചെയ്യാൻ ഇഷ്ടമല്ല.
ഇതുകൊണ്ടാ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞ്. അവിടെ നിക്ക്. വീരെന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് കാണാലോ. നീ ഇപ്പൊ ചെന്ന് അച്ഛനെ രക്ഷിക്കരുത് കേട്ടോ. ദേ നോക്ക്, ആ കാളയ്ക്ക് ഭ്രാന്ത് പിടിച്ചു. അത് ചെഡാങ്കിളിനെ ആക്രമിക്കുക. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? വിശന്നിട്ട് വയ്യ. ചായക്കട എവിടെ? വീർ, എന്തെങ്കിലും ചെയ്. ആ കാള എല്ലാരെയും ആക്രമിക്കുക.